സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ ഒരു വീഡിയോ കാണാനിടയുണ്ടായി. ആ വീഡിയോ മമ്മൂക്ക തിരിച്ചു വന്നതിന് ശേഷം കളങ്കാവലം എന്ന് പറയുന്ന സിനിമയെ പറ്റി അനൗൺസ് ചെയ്തതിന് ശേഷമൊക്കെ മാധ്യമപ്രവർത്തകരെ കണ്ട സമയത്ത് അദ്ദേഹം പങ്കുവച്ചൊരു വീഡിയോ ആണ്. അതിൽ ഭ്രമയുഗം സിനിമയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്ത് മമ്മൂക്ക പങ്കുവച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ആ സമയത്ത് മമ്മൂക്ക എടുത്ത് ഈ പറയുന്ന ക്യാമറയും കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഫോണുമായിട്ട് നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട്, മമ്മൂക്ക 2025 തൂക്കുമോ അല്ലെങ്കിൽ തൂക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മമ്മൂക്ക രസകരമായിട്ട് പറയുന്നൊരു മറുപടി, തൂക്കാൻ ഇത് വല്ല കട്ടയോ കല്ലോ ഒക്കെ ആണോ? അതെങ്ങനെയാ സാധിക്കുക? നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ ചെയ്തു പോകുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നർമ്മകരമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മമ്മൂക്ക തിരിച്ച് മമ്മൂക്കയുടെ വീട്ടിലേക്ക് തന്നെ കയറിപ്പോകുന്നു. അപ്പോൾ ആ വീഡിയോ അതവിടെ കഴിഞ്ഞു. അവിടെ ഓൾറെഡി അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡിസ്കഷൻസ് എല്ലാം അവിടെ കഴിഞ്ഞു. എന്നാൽ കമൻറ്റ് ബോക്സിൽ ഒരു കൂട്ടം വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തലുകൾ എപ്പോഴും ഉണ്ടാവുമല്ലോ, എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യത്തിലും ഉണ്ടായി. അവർ പറഞ്ഞത്, മമ്മൂട്ടിയുടെ മുഖം അതിപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ അന്ന് കണ്ട വീഡിയോ വീണ്ടും ഒരാൾ പോസ്റ്റ് ചെയ്ത സമയത്താണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കമൻറ്റുകളിലൊക്കെ ആ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിക്കാൻ നോക്കുമ്പോൾ കാണുന്നില്ല, നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും. അപ്പോൾ അതിൽ കമൻറ്റുകളിൽ വന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ വന്നിരിക്കുന്നത്, മമ്മൂട്ടിയുടെ മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോയോ എന്നൊരു സംശയം, ഒരാളുടെ ഒരു കമൻ്റ് ഉണ്ട്. പിന്നെ വേറൊരാൾ, മമ്മൂക്കയുടെ ആ ലുക്കൊക്കെ പോയി, മമ്മൂട്ടി കിളവനായി, ഇനി അധികം കാലം ഉണ്ടാവില്ല. അവിടെയും പറയുന്ന ഓർക്കണം, അധികം കാലം ഉണ്ടാവില്ല. മമ്മൂട്ടിയുടെ മുഖത്ത് അഭിനയത്തിൽ ഒരു നടന് വേണ്ടി വരുന്ന നവരസങ്ങളും അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും മമ്മൂക്കയ്ക്ക് ഇനി വരില്ല. അതെല്ലാം അവിടെ കൊണ്ട് തീർന്നു, അവസാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇടയ്ക്കൊരു ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, മമ്മൂട്ടി ബോട്ടോക്സ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ബോട്ടോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസിലുള്ള ചുളിവുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഫേസ് ലിഫ്റ്റിംഗ് പോലെയുള്ള ത്രെഡ് ലിഫ്റ്റിംഗ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ മുഖത്തിന് അഭിനയം വരില്ല, എക്സ്പ്രഷൻസ് വരില്ല എന്നാണ് പറയുന്നത്. ഇത് ആരാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ പേര് മോഹൻലാലാണ്. അതായത് മോഹൻലാൽ ഒടിയൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട്, ഒടിയൻ മാണിക്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ സ്ട്രക്ചർ മാറ്റിയിരുന്നു. പിന്നീട് ആ ഒടിയൻ സിനിമ അത്ര വിജയമൊന്നും ആയിരുന്നില്ല. ഒടിയൻ സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ നോക്കുമ്പോൾ മുഖം ആ ഒടിയൻ്റെ അതേ ഷേപ്പ് തന്നെയാണ്. ഏത് സിനിമ പിന്നീട് അതിനുശേഷം ഇങ്ങോട്ടുള്ള ഏത് സിനിമ നോക്കിയാലും ഏത് കഥാപാത്രം ചെയ്താലും ഒടിയൻ എന്ന് പറയുന്നൊരു ആ ഒരു കഥാപാത്രത്തിൻ്റെ ഷേപ്പ് വരും. അതിന് താടി വെച്ച മോഹൻലാലിന് ആ താടി വെച്ചാണ് അത് അദ്ദേഹം മാറ്റിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ താടി വെച്ചുകൊണ്ട് പഞ്ചാബി താടി വെച്ച, സിഖ് പോലീസുകാരൻ താടി വെച്ചത്, ആർമി താടി വെച്ചത്, ഏത് കഥാപാത്രം കിട്ടിയാലും താടി വെക്കാതെ അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റില്ല, വക്കീലാണെങ്കിൽ പോലും. അപ്പോൾ ആ രീതിയിലേക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മോശമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് മോഹൻലാലിനാണ്. പിന്നീട് അത് മാറ്റിയെടുക്കുക, ഇപ്പോൾ ഏകദേശമൊക്കെ മാറി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ് ഇപ്പോൾ ഏകദേശമൊക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇവരെ ഡോക്ടറെ പോലുള്ള ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടിയെയും അതിലേക്ക് വലിച്ചിഴക്കുന്നത്. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബോട്ടോക്സ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തതുകൊണ്ടോ, ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, ചെയ്യുന്നുണ്ടാവാം. എന്നാൽ അദ്ദേഹം അഭിനയം എന്ന് പറയുന്നൊരു കാര്യത്തിനോട് ഒരിക്കലും ഒടുങ്ങാത്ത, ഒരിക്കലും തീരാത്ത അഭിനിവേശമുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് തൻ്റെ കലാജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുമോ? അപ്പോൾ അങ്ങനെയുള്ളൊരു മമ്മൂക്ക ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് കളയാൻ വേണ്ടിയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നതല്ല, അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ഒരു ഈ പറയുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മമ്മൂക്ക ചെയ്തിട്ടുള്ള പടങ്ങളൊക്കെയാണ് നൻപകൽ നേരത്ത് മയക്കം പോലെയുള്ള, കാതൽ ദി കോറ്, പിന്നെ അതേപോലെ തന്നെ കളങ്കാവൽ, ഇപ്പോൾ എത്തി നിൽക്കുന്ന കളങ്കാവൽ, അതിന് മുൻപ് ഭ്രമയുഗം, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ ചെയ്തത് ഇതിന് ശേഷമാണെന്നാണ് ഇവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അതിന് ശേഷം ചെയ്ത സിനിമകളാണ് ഇതൊക്കെ. ആ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരേ ഒരു ലുക്ക് തന്നെയാണോ? ഒരു അഭിനയം മുഖത്ത് വരാത്ത, ഒരു എക്സ്പ്രഷൻസ് മുഖത്ത് വരാത്തൊരു മമ്മൂട്ടിയാണ് കണ്ടിട്ടുള്ളത്? ഒരിക്കലുമല്ല. മമ്മൂട്ടി നല്ല കിടിലമായിട്ട് തകർത്ത് തിമിർത്ത് അടിച്ച് പൊളിച്ച് അഭിനയിച്ചിരിക്കുന്ന സിനിമകളാണ് ഇതെല്ലാം. മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, ഞാൻ വീണ്ടും പറയാം. തൻ്റെ കഥാപാത്ര പൂർണ്ണത എത്താൻ വേണ്ടിയിട്ട്, അല്ലെ തൻ്റെ കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത വരാൻ വേണ്ടിയിട്ട് അത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് മസാലാസ് ഇടുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ മമ്മൂക്ക ആ കഥാപാത്രങ്ങൾക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇടുമ്പോഴാണ് ആ കഥാപാത്രം നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത, അല്ല നമ്മൾ മമ്മൂക്കയുടെ സിനിമ 44-45 വർഷങ്ങളായിട്ട് നമ്മൾ കാണുകയാണ്, തുടരെ കാണുകയാണ്, പല കഥാപാത്രങ്ങളും നമ്മൾ കാണുകയാണ്. എന്നാൽ ഈ കഥാപാത്രം നമ്മൾ ചില നടന്മാരുടെ പടങ്ങൾ നോക്കുമ്പോൾ ഏകദേശം കറങ്ങിത്തിരിഞ്ഞ് ഒരേ രീതിയിലേക്ക് വരും. മോഹൻലാലിൻ്റെ ഒടിയൻ മാണിക്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലിൻ്റെ ഏത് സിനിമ കണ്ടാലും ഒടിയൻ മാണിക്യത്തിൻ്റെ ഒരു ഷേപ്പും ആ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ നമുക്ക് തോന്നാം. എന്ന് പറയുന്നത് പോലെ ഒന്നും, അതായത് മമ്മൂക്ക പണ്ട് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ട് ഓരോ സിനിമകൾ വരുമ്പോഴും അതിന് മുൻപ് ചെയ്ത സിനിമകളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് മമ്മൂക്ക അഭിനയിക്കുന്നത്.
നമുക്കറിയാം ഒരാൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യുന്നതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ആവർത്തന വിരസത എന്ന് പറയുന്ന സാധനം വരുന്നില്ല എന്നുള്ളത് സാരം. അപ്പോൾ അങ്ങനെ ഏത് കഥാപാത്രം കിട്ടിയാലും തൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ രൂപമാറ്റം ചെയ്തുകൊണ്ട് അതിലേക്ക് ചേർക്കാമെന്ന് അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ഒരു മമ്മൂട്ടി, ആ ഒരു കലാകാരൻ, അതിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ ഒരു കലാകാരനെയാണ് കരിവാരി തേച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അഭിനയം വരില്ല, അദ്ദേഹം തീരുന്നു, അദ്ദേഹത്തിൻ്റെ മുഖത്തെല്ലാം ചുളിവുകളാണ്, പ്രായം ചെന്നു എന്നൊക്കെ പറയുന്നത്. പ്രായം എന്ന് പറയുന്ന ഒരു സാധനം അത് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചതുകൊണ്ട് പ്രായം വരുന്നില്ല, അല്ല നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തുകൊണ്ട് പ്രായം വരുന്നില്ല. നമ്മുടെ ദിനചര്യകളാണ് എല്ലാത്തിനെയും ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി റുട്ടീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക, വേണ്ടുന്ന ആഹാരങ്ങൾ കഴിക്കുക, ആവശ്യമായ ആഹാരം കഴിക്കുക, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുക, ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം മമ്മൂക്കയെ പോലെയൊക്കെ നമുക്ക് പോകാം. എന്നാൽ അങ്ങനെ മമ്മൂക്കയെ പോലെ ആവാൻ നമുക്ക് സാധിക്കത്തില്ല. അങ്ങനെ ആവാൻ സാധിക്കാത്ത ആളുകളാണ് മമ്മൂക്കയ്ക്കെതിരെ കുരയ്ക്കുന്നത്. ഇപ്പോഴും മമ്മൂക്ക യൗവനമായിട്ടിരിക്കുന്ന കാണുമ്പോൾ വിരളി പിടിക്കുന്ന ആളുകളാണ് മമ്മൂക്കയ്ക്കെതിരെ കുരയ്ക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു റൂട്ടീനും ആ ഒരു ദിനചര്യയും ഒക്കെ തന്നെയാണ് മമ്മൂക്ക എന്നീ കാണുന്ന രീതിയിലേക്ക് ആയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൽ ബോട്ടോക്സ് അല്ലെങ്കിൽ അതിൽ മറ്റുള്ള ഫേഷ്യൽ കോസ്മെറ്റിക് സർജറികൾ ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല. എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അഭിനയിക്കാൻ ഒരു കഴിവ് വേണം. ആ കഴിവ് മമ്മൂക്കയ്ക്കുണ്ട്. അതുള്ളിടത്തോളം കാലം അദ്ദേഹം ആ ഒരു കല അല്ലെങ്കിൽ ആ ഒരു കഴിവ് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിക്കും. അത് കാണുമ്പോൾ കുരു പൊട്ടുന്ന വിരളി പിടിക്കുന്നവന്മാർ ഇനിയും കുരു പൊട്ടി വിരളി പിടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ യുഗം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അദ്ദേഹം മരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹം തന്നെ തീരുമാനിക്കണം. ഒരു സിനിമയിൽ മമ്മൂക്ക തന്നെ പറഞ്ഞ ഡയലോഗാണ്, ഞാൻ മരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഞാനല്ലേ കുഞ്ഞേ. അത് ഏത് സിനിമയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീഷ്മപർവ്വം. അതിന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഈ എല്ലാവർക്കും ഒരു മരണം അല്ലെങ്കിൽ ഒരു വിധിയുള്ള ഒരു കലണ്ടർ അച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ പേരിൽ ആ ഒരു കലണ്ടർ ഇതുവരെയും ദൈവം അല്ലെങ്കിൽ മറ്റാരും അച്ചടിച്ചിട്ടില്ല. അത് അച്ചടിക്കണമെന്നുണ്ടെങ്കിൽ മമ്മൂക്ക തന്നെ തീരുമാനിക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു യുഗം ഇനിയും തുടരുമെന്ന് സാരം. അപ്പോൾ ആ ഒരു യുഗം കാണാൻ വിഷമമുള്ള, ആ ഒരു യുഗം കാണുമ്പോൾ കുരു പൊട്ടുന്ന ആളുകൾ അങ്ങനെ തന്നെ ഇരിക്കുക. ഈ യുഗത്തിനെ സ്നേഹിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ഇതിഹാസമെന്ന് നമുക്ക് തീർത്തും പറയാം. അങ്ങനെ ഒരു ഇതിഹാസ പുരുഷനെ ഇനിയും കേരളത്തിന് ആവശ്യമുണ്ട്. കേരളത്തിന് മാത്രമല്ല, മലയാള സിനിമയ്ക്കും ലോകത്തെല്ലാവർക്കും ആവശ്യമുണ്ട്. ഒരുപാട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന, ഒരുപാട് നല്ല കാര്യങ്ങളിൽ പങ്കാളിയാവുന്ന മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിടാതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യനെ പറ്റി ഇങ്ങനെ അപരാധങ്ങളും അപഖ്യാതികളും ഒക്കെ പറയുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുതന്നെയാണെങ്കിലും അതിൽ സുഖം കണ്ടെത്തുന്ന അവർ ആത്മനിർവൃതി അണയട്ടെ. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പിന്തുണ ഇനിയും കൊടുക്കും. എത്ര കാലമുണ്ടോ അത്രയും കാലം കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. അഭിനയിക്കാൻ ഒരു കഴിവ് വേണം. ആ കഴിവ് മമ്മൂക്കയ്ക്കുണ്ട്. അത് മേക്കപ്പ് ഇട്ടാണെങ്കിലും സർജറീസ് ചെയ്താണെങ്കിലും എന്ത് ചെയ്താണെങ്കിലും ആ ഒരു കഴിവ് മമ്മൂക്കയ്ക്കുണ്ടേ. കുരു പൊട്ടുന്നവർ ഇതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ബൈ.